നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ആര് എന്ത് അപഖ്യാതി പറഞ്ഞാലും ഒരു കാര്യം സമ്മതിക്കും. അദ്ദേഹം ഒരു കപടനാട്യക്കാരനോ അല്ല ആത്മവഞ്ചകനോ അല്ല. അദ്ദേഹം ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു കാര്യം അറിയാമെങ്കിൽ അറിയാമെന്ന് പറയും, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയും. അദ്ദേഹത്തിന് ഏറ്റവും അധികം കോട്ടിക്കപ്പെട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് അത് എനക്കറിയില്ല എന്നുള്ളതാണ്. അത്രയും നിഷ്കളങ്കനാണ്, അത്രയും ശുദ്ധഗതിക്കാരനാണ്, അത്രയും മാന്യനാണ്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവം, ആത്മധൈര്യം ഉള്ള ആളാണ്. അതാണ് ഇവിടെ മാസപ്പടി വിവാദം ഉണ്ടായപ്പോൾ ചില ആളുകൾ ഈ PV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹമാണ് എന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, PVയോ എനക്കറിയാൻ പാടില്ല. ഈ നാട്ടിൽ എത്ര PV ഉണ്ട്? സംഗതി ശരിയല്ലേ? സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന PV കൃഷ്ണൻ നായരുണ്ട്. പിന്നെ പണ്ട് ഇടതുമുന്നണി കൺവീനറായിരുന്ന PV കുഞ്ഞിക്കണ്ണനുണ്ട്. ഈ PV അൻവറുണ്ട്. അങ്ങനെ എത്ര PVകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ PV പൗലോസ് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തെ PVP എന്നാണ് പറഞ്ഞിരുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ PV എന്ന് അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് പിണറായി വിജയനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു കാരണവശാലും ശരിയാവില്ല, ശരിയാവാൻ നിവൃത്തിയില്ല. കാരണം പുള്ളിക്ക് ശശിധരൻ കർത്താവിനെ അറിഞ്ഞുകൂടാ, മാസപ്പടി എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ മകളും അല്ലെങ്കിൽ മകളുടെ സ്ഥാപനവും, ഒരു സ്ഥാപനമുള്ളൂ, മകളുടെ സ്ഥാപനവും ഈ കർത്താവിൻ്റെ സ്ഥാപനവും തമ്മിൽ എന്തൊക്കെയോ ബിസിനസ് ബന്ധങ്ങളുണ്ട്. അതുപോലും ഇദ്ദേഹത്തിന് അറിയില്ല. PV എന്താണെന്ന് പുള്ളിക്ക് യാതൊരു ധാരണയുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം അത്ര നിഷ്കളങ്കരാണ്. അതുപോലെ VD സതീശൻ പണ്ട് നിയമസഭയിൽ ആരോപിച്ചാണ് ഈ മുഖ്യമന്ത്രി PR വർക്ക് കൊണ്ടാണ് പിടിച്ചു വെക്കുന്നത് എന്ന്. സത്യത്തിൽ മുഖ്യമന്ത്രിക്ക് PR എന്താണെന്ന് പോലും അറിയില്ല. PR എന്ന് പറഞ്ഞാൽ പുള്ളി അറിയുന്നത് PR കുറുപ്പാണ്, നമ്മുടെ പഴയ കൃഷിമന്ത്രിയും മറ്റുമൊക്കെ ആയിരുന്ന PR കുറുപ്പ്, സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു പാനൂര് PR കുറുപ്പ്. അങ്ങനെയാണ്. പിന്നെ PR നമ്പ്യാരുണ്ടായിരുന്നു, CPI നേതാവ്. ഇങ്ങനെയുള്ള PRനെ മാത്രമേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാവൂ. അദ്ദേഹം ഒരിക്കലും ഈ PR ഏജൻസികളെക്കുറിച്ച് കേട്ടിട്ടില്ല. പുള്ളിക്കാരുടെ ആവശ്യമില്ല. കാരണം ഇദ്ദേഹം ജഗൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയല്ലേ. പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും വ്യാജ പരസ്യങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഇടയിലും അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ആദർശധീരനാണ്, ഒട്ടും അഴിമതി നടത്താത്ത ആളാണ്, മാസപ്പടി എന്ന വാക്ക് പോലും കേൾക്കാത്ത ആളാണ്. പിന്നെ സമാധാനപ്രേമിയാണ്, മടപ്രാവിനെ പോലെ നിഷ്കളങ്കനാണ്, വെള്ളപ്പനിനീർപ്പൂ പോലെ പരിശുദ്ധനാണെന്ന് അറിയാത്ത ഒരാളും ഇന്ന് ഭൂമി മലയാളത്തിലില്ല. ഇദ്ദേഹത്തിൻ്റെ ഖ്യാതി ഈ കേരളത്തിൻ്റെ 4 അതിരുകൾ വിട്ട് രാജ്യത്തിൻ്റെ സീമകൾ ലംഘിച്ച് ചൈനയിലും ഉസ്ബെക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും അസർബൈജാനിലും പിന്നെ ലാത്വിയയിലും ലിത്വാനിയയിലും എസ്റ്റോണിയയിലും എന്തിന് ഐസ്ലാൻഡിൽ വരെ അലാസ്കയിൽ വരെ എത്തിയിട്ടുണ്ട്. കിഴക്കോട്ടാണെങ്കിൽ മലേഷ്യ, ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനിയ, അങ്ങനെ സമോവ ഐലൻഡ് വരെ എത്തിയിട്ടുണ്ട്. അത്ര പ്രസിദ്ധനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഒരു PRൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിയമസഭയിൽ ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് PRൻ്റെ ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല ധൈര്യമായിട്ട് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു. ഈ ശങ്കരാഭരണം എന്നൊരു സിനിമ പണ്ട് എറണാകുളത്ത് റിലീസ് ചെയ്തപ്പോൾ അത് 2 ദിവസത്തേക്ക് ഗ്യാപ്പ് പടമായിട്ടാണ് റിലീസ് ചെയ്തത് എറണാകുളം കവിത തിയേറ്ററിൽ. അതിന് ഒരു പരസ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പരസ്യമില്ലാതെ റിലീസായി ഈ സിനിമ 100 ദിവസമല്ല, 1 കൊല്ലം ആ തിയേറ്ററിൽ ഓടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശങ്കരാഭരണത്തിന് പരസ്യം വേണ്ട, കാട്ടാനയ്ക്ക് കളസം തയ്പ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ PR ഏജൻസിയുടെ ഒരു സഹായവും വേണ്ടാത്ത ആളാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം PR ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന് സതീശൻ ആരോപിച്ചപ്പോൾ മുഖ്യമന്ത്രി പൊട്ടിച്ചിരിച്ചു. മാർക്സിസ്റ്റ് സഹാക്കൾ മുഴുവൻ ആർത്ത് ചിരിച്ചു. മുഖ്യമന്ത്രിക്ക് PRോ? പിണറായി വിജയന് PRൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം PV പോലുമല്ല, പിന്നീട് PR. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഒരു PR ഏജൻസി മുഖേന ഹിന്ദു പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തു എന്നും ഇദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഹിന്ദു പത്രം എഴുതി വെച്ചു വന്നു. പുള്ളി പറയാത്ത കാര്യങ്ങൾ ഹിന്ദുവിന് സപ്ലൈ ചെയ്ത് ഈ PR ഏജൻസിയാണെന്നൊക്കെ ചിലർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിക്ക് PR എന്താണെന്നറിയില്ല. ഈ കൈസാൻ എന്ന് പറഞ്ഞ ഏജൻസിയെ പറ്റി പുള്ളി കേട്ടിട്ട് പോലുമില്ല. അതിൽപ്പെട്ട ഒരാളെ അദ്ദേഹത്തിന് അറിയാൻ വയ്യ. ഏതൊക്കെയോ വ്യാജന്മാർ ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ച് എന്തൊക്കെയോ അപവാദങ്ങൾ ഉണ്ടാക്കിയതാണ്.
തെറ്റ് പറ്റിയെന്നുള്ള കാര്യം ഹിന്ദു പത്രം അംഗീകരിച്ചു. എന്നാലും ഇവിടുത്തെ മനോരമ, മാതൃഭൂമി മുതലായ ഈ ബൂർഷ്വ മാധ്യമങ്ങൾ സമ്മതിക്കില്ല. കൃത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ അറിയണമെങ്കിൽ നമ്മൾ ദേശാഭിമാനി നോക്കിയാൽ മതി. നമ്മുടെ സത്യാനന്തര സഖാവാണ് ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പത്രാധിപനായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആ പത്രം മാത്രം ആളുകൾ വായിക്കും, അത് മാത്രം വിശ്വസിക്കുകയും ചെയ്താൽ ഒരു പ്രശ്നമില്ല. മുഖ്യമന്ത്രിക്ക് PR വേണ്ട, അദ്ദേഹം PVM അല്ല. ഈ ഒരു നല്ല മനുഷ്യനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ പത്രങ്ങൾ നടത്തുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോഴല്ലോ സത്യത്തിൽ ഛർദ്ദിക്കാൻ വരികയാണ്. അതുകൊണ്ട് സഖാവ് പിണറായി വിജയന് PR-ൻ്റെ ആവശ്യമില്ല. അദ്ദേഹം PR ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ആരും ബന്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് PR-ൻ്റെ ആവശ്യവുമില്ല, പുള്ളിക്ക് അറിയാനും വയ്യ. അപ്പോൾ ഇത്രയും നിഷ്കളങ്കനായ, ഇത്രയും ആർജവമുള്ള, ഇത്രയും സൽഗുണ സമ്പന്നനായ, ധീരോദാത്തൻ, അതിപ്രതാപവാൻ, ഗുണവാൻ എന്ന് പറയാവുന്ന നമ്മുടെ അഖില കേരള ചക്രവർത്തി, കേരള മഹാരാജാവ് സഖാവ് പിണറായി വിജയനെക്കുറിച്ച് ആ ബോധം പറയുന്നത് എല്ലാവരും ഇടിപെട്ടുള്ളൂ. സത്യമായിട്ട് ഇടിപെട്ടുള്ളൂ. കാരണം ഇത് തുലാവർഷക്കാലമാണ്. ഇടി താണ് വെട്ടും. ഇത് ഈ ദുഷ്പ്രചരണം നടന്ന് എല്ലാവരും ഇടിപെട്ടുകൊണ്ട് ചാവും. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. സഖാവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ യശോദാവള്യത്തിന് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലാൽ സലാം സിന്ദാബാദ്. സഖാവ് പിണറായി വിജയൻ സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.